പിന്നെ ഇന്ന് സെറ്റ് വെച്ചൊരു പ്രശ്നമുണ്ടായി. സ്റ്റണ്ട് തെറ്റിച്ചാണെങ്കിൽ ആ സ്റ്റണ്ട് മാസ്റ്റർ എന്നോട് കയറി ചൂടായി. എൻ്റെ മിസ്റ്റേക്ക് അറിയാം, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ കരണക്കുറ്റി നോക്കി ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി. ഇനി വേറെ ഏതെങ്കിലും സ്റ്റണ്ട് മാസ്റ്ററിൻ്റെ അടുത്ത് ജോലിക്ക് കയറണം, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കണം. ഹലോ ഇതു പറഞ്ഞോ. ഇത് പറ്റി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണല്ലോ. ഒന്നുമില്ല. പിന്നെ എടീ, ഞാൻ ഇവിടെ എൻ്റെ പണി പോയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്ര ഫീലായിട്ട് പറയട്ടെ, എനിക്കൊരു കോപം തോന്നില്ലയോ? എന്തോ പറഞ്ഞ ആ ഊവും. റോണി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതെങ്ങനെയാ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നിന്റെ പണിയും പോയല്ലോ. ഐ തിങ്ക് വി ഷുഡ് ബ്രേക്ക് അപ്പ്. നിനക്ക് ഇമ്മാനുവലിനെ ഓർമ്മയില്ലേ? അവനിപ്പോഴും എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവനെ മറക്കാൻ കഴിയുന്നില്ല. So you should move on. Sorry, Ronnie. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? എന്താ? നീ അവനെ കാണിക്കാൻ വേണ്ടി എനിക്ക് സെറ്റ് അങ്ങനെയല്ല റോണി. ഐ മീൻ ആദ്യം അങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി. പക്ഷെ ഇപ്പോ ഇവിടെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സബണ്ണ, നിങ്ങൾ മറ്റേ പുള്ളി അങ്ങ് വിളിച്ചേ. വരാണ്ട് ഇവൻ്റെ ഒരു മാപ്പ് ഉണ്ട്. പോടാ അവിടെ നിന്ന് അങ്ങേര് തന്നെയായി ലൊക്കേഷൻ. എന്നിട്ട് എവിടെ എടുക്കുന്നില്ല. അണ്ണാ, ഇത് വല്ല ട്രാക്ക് എന്തെങ്കിലും ആയിരിക്കും. മിണ്ടാർക്കെ രൂപ 50,000 രൂപ അഡ്വാൻസ് തന്ന അയാൾ വല്ല തിരക്കിലുമായിരിക്കും. ഇയാളൊന്ന് ലൊക്കേഷൻ തന്നെ ആണോ മധു? കൺഫേം ആണ് അണ്ണാ. മധു, രവി, നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ പരിസരത്തുള്ള വീടൊക്കെ ഒരു സെർച്ച് ചെയ്യും. നല്ല റിച്ച് വീട് നോക്കി കയറിക്കോ. അയാളുടെ ഫോട്ടോ കയ്യിലോട്ടല്ല. അലമ്പൊന്നും ഉണ്ടാക്കരുത്. ആളെ കൺഫേം ചെയ്ത് എന്നെ വിളിച്ച് പറയണം. ഞങ്ങൾ വരാതെ ഒന്നും ചെയ്യരുത്. അണ്ണാ, ടൂൾസ് എടുക്കണോ? വേണ്ട, ടോണിയോടെ കൂട്ടിക്കോ. ഈ ഭാഗത്തെ ഈ വീടുണ്ട്, തഹസിൽദാറിൻ്റെ വീട് വരുള്ളൂ. എന്നാലും ഇതാണ്. ഓ, നിന്റെ മാപ്പ് പറഞ്ഞല്ലേ, അപ്പോൾ ഇത് തന്നെയായിരിക്കും കറക്റ്റ്. നീ എന്തിനാണ് എന്നോട് ചൂടാവണേ? ഒന്ന് നിർത്തടാ, വാ കയറി നോക്കാം. ഇവിടെ ആരും ഇല്ലടി. പാട്ടൊക്കെ തന്നല്ലേ കേൾക്കണേ. വാ. ഇവനെങ്ങോട്ടാ?
ഏയ് നീ എന്ത് ചെയ്യാൻ പോവാ? ടോണി അടങ്ങിയില്ലടാ. ടോണി അണ്ണൻ പറഞ്ഞാണോ ഒന്നും ചെയ്യലെന്ന്? നിങ്ങൾ ഫ്രണ്ടിൽ പോയി കഥ തട്ടിയിരി. എടാ. ഞാനകത്ത് ഞാൻ ഈ ന്യൂസിലൻഡ് ടിവിയിലൊക്കെ ഈ കുറുവാ സംഘം കേട്ടിട്ടേ ഉള്ളൂ. ഇവിടെ മോഷ്ടിക്കാനാണ് ഇവിടെ ഒന്നുമില്ല. ഞാൻ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. 2 മാസമായി വീടിൻ്റെ വാടക കൊടുത്തിട്ട്. എടാ നിനക്ക് ഇയാളെ അറിയാവോ? എൻ്റെ പേരെന്തുവാ? രോഹിത് നാരായണൻ. സിനിമ സെറ്റിലും ഫ്രണ്ട്സൊക്കെ എന്നെ റോണിന്ന് വിളിക്കും. ഓ, സിനിമക്കാരായിരുന്നു. ആയിരുന്നു. ഇതെന്താ ഇവിടെ മൊത്തം വരച്ചിട്ടേക്കുന്നത്? പിള്ളേരെല്ലാം ഉണ്ടോ? അത് ഈ വീട്ടിലെ ഉടമസ്ഥനെ പിള്ളേരൊക്കെ വരച്ചത്. ക്യൂട്ട്. ഡോ, താനെന്താ ഈ മസിൽ പിടിച്ചോണ്ടിരിക്കുന്നത്? തനിക്ക് ഡയലോഗ് ഒന്നും ഇല്ലയോ? ഇത് ആരുടെ എഴുതിയത്? എൻ്റെ പൊന്ന് സജിയേട്ടാ, നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ നോക്കി അയച്ചുകൂടെ? ഇപ്പം 3 കയറിയിട്ടുണ്ട് ഏതോ വീട്ടിൽ. അവിടെ കയറി എടുത്തിട്ട് കേട്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. നിൽക്കി, ഞാൻ അവന്മാരെ വിളിച്ച് വേറെ വള്ളിയൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഊരാൻ പറയട്ടെ. ചെറുക്ക അവിടെ നിന്ന് ഇറങ്ങിക്കോ. നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ചെറുക്ക പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വലിയ നോക്കാം അവിടെ നിന്ന്. ഓക്കെ അണ്ണാ. അണ്ണ എന്ത് പറഞ്ഞു? സ്ഥലം മാറ്റും. അപ്പളെ പറഞ്ഞ ഇവനുണ്ട്, ഇവൻ്റെ ഒരു മാപ്പും ഉണ്ട്. ഇവനെന്ത് ചെയ്യും? ആണ് പറഞ്ഞ നമ്മുടെ മുഖം വന്നിട്ട് പിന്നെ ആ തഹസിൽദാരുടെ ഫോട്ടോ നീ അവനെ കാണിച്ചു. അവനെ കിട്ടുമോ? Hello. No. Hey. സമാധാനമായിട്ട് കള്ളു കുടിക്കാന്ന് വെച്ചാൽ നീ അത് സമ്മതിക്കില്ല. നീ അത് സമ്മതിക്കത്തില്ല. എന്നെ സെറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അറിയോ? ആടാ സ്നേഹിച്ച പെണ്ണിട്ട്
വിട്ടേച്ച് പോയടാ. പോടാ. പോടാ. സത്യം പറയാം, നിങ്ങളൊക്കെ ആരാ? എന്തിനാ വന്നേ? എവിടാടാ? ഹലോ, മെയിൻവെല്ലാണോ? ഞാൻ നിങ്ങളുടെ പിള്ളേരെല്ലാം അടിച്ച് സൂചിച്ചിട്ടുണ്ട് കേട്ടോ. നീ ആരാ? ഞാനോ? ഞാനാ ഈ പടത്തിലെ ഹീറോ. ടോണിടാ? എതിർക്കാ? നിനക്ക് വേണ്ടത്ര കള്ളും മുന്നി അവിടെ ഇരുന്നോ? ഞാൻ അങ്ങോട്ട് വന്ന നാളെ നീ കണ്ണുറക്കില്ല. നിങ്ങൾ 3 പേരുണ്ടിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയില്ലേ? അണ്ണാ അവര് ഭ്രാന്താണണ്ണാ. അയ്യോ എന്തിനൊക്കെയോ പിച്ചുമേ പറഞ്ഞ് തുടങ്ങിയ അടിയാണ്. എനിക്ക് വയ്യേ. അവൻ പടത്തിൽ സ്റ്റണ്ട്മാനാണ്. സെറ്റ് എന്ന് പറഞ്ഞിട്ട് വിഷമത്തിൽ അടിച്ച് ലെഗ് കെട്ടിരിക്കുകയായിരുന്നു. അവൻ്റെ അണ്ണാക്കിലേക്കായി കയറി ചെന്ന് കൊടുത്തത്. അയ്യോ മൂക്ക് മൂക്ക് പാലിവിടെ ഉണ്ടോന്ന് നോക്കി. എന്നോട് ഈ പോരാൻ പറഞ്ഞല്ലേ? പിന്നെ കൂടുതൽ തൊലിക്കാൻ പോയെന്തിനാ? പറയില്ല അണ്ണാ, എല്ലാം പറ്റിപ്പോയെന്നല്ലേ. എന്നിട്ട് അവയപ്പെടുണ്ട്. എന്താ ഇന്നാണെങ്കിൽ കയറി വരുന്നില്ലേ? പിള്ളേരെ ആ മോളിൽ നിൽക്കണ മുട്ടയിലഴിഞ്ഞ് വേണം താഴോട്ട് ഇറങ്ങി വരാൻ. ശരാ
ചേടാ മതി മതി. ചെറുക്ക, നിന്നെ പണിയാനൊന്നുമല്ല ഞങ്ങൾ വന്നത്. പിന്നെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഇവൻ നിന്നെ കൊല്ലാൻ ഓർഡർ ഇട്ടു. ചെയ്തത് ചെറ്റത്തരമാണെങ്കിലും ഇവന്മാരെ തൊട്ടാ എനിക്ക് നോവും. അതുകൊണ്ട് തീർത്തിട്ടേ പോണുള്ളൂ. പറഞ്ഞ ചായ എന്നെ കൊന്തോ ആ കത്തി എടുത്ത ഇവിടെ നോക്കി പെട്ട് എന്തോ വരാനാട്ടാ. എന്താണ് നിന്റെ പ്രശ്നം? സ്റ്റഡ് സ്റ്റഡ് മാത്രം അമ്മയ്ക്ക് വിളിച്ച് ഒത്തും പോയാത്തോണ്ട് അവരെ ചെക്കും ചോക്കി അടിച്ചേ. പണി പോയി ചേട്ടാ. ചേട്ടാ അറിയോ, 8 മാസം മുമ്പ് എന്റെ അമ്മ മരിച്ചുപോയി. ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ സ്ക്രീനിൽ കാണാൻ. എന്റെ അമ്മ പോയി, എന്റെ അമ്മ പോയി. ഇതാണ് കറക്റ്റ്. അമ്മയ്ക്ക് പറഞ്ഞ അമ്മ അടിക്കല്ലേ ചെയ്യുള്ളത്. അവൻ്റെ ഒക്കെ നാവ് എടുക്കണം. നീ ഉമ്മാരെ കണ്ട? ഞങ്ങൾ തെരുവ് കളന്നവന്മാരാടാ. ഞങ്ങളെ ഒരു സ്ത്രീ എടുത്തു നോക്കി. അവരെ ഞങ്ങൾ അമ്മാന്ന് വിളിച്ചു. അവരെ ഒരുത്തൻ അവാദം പറഞ്ഞു വരുത്തി. അന്നെടുത്താടായി കത്തി. പിന്നെ വിട്ടിട്ടില്ല. ഇത് സിനിമയല്ലേ, ഇവിടെ കിട്ടിയ മറ്റോടത്ത് കിട്ടും. സിമ്പിൾ. അതല്ല ചേട്ടന്റെ പേരെന്താ പറഞ്ഞേ? സാബു. അതല്ല സാബു ചേട്ടാ, മനസ്സിലിപ്പോ എന്താ അറിയോ, ഞാൻ ജീവിതമുള്ള സ്നേഹിച്ചാക്കി ചെയ്തൂര്. എന്റെ പണി പോയെന്ന് ഇറങ്ങിയപ്പോ അവളെ പഴയ കാമുവിൻ്റെ കൂടെ അങ്ങ് പോയി. ഇപ്പൊ ഒറ്റയ്ക്കാ, എനിക്ക് ആരുമില്ല. എനിക്ക് അവളില്ലാണ്ട് പറ്റത്തുമില്ല. അവളെ പേര് തലമുണ്ടാക്കിയത് എന്തിനാടാ കിടന്ന് പോകുന്നേ? ഹീറോ ആണ് പോലും. ചേട്ടനൊരു വില്ലന്റെ ഫിഗർ ആണേലും ഒരു ഹീറോയുടെ മനസ്സാ. ചെറുക്ക, നിനക്ക് എന്താണ് ഒരു കുറവ്? കാണാൻ ലുക്കില്ലേ, നല്ല ആരോഗ്യമില്ലേ, ഇത്രയും പേര് അടിച്ചിട്ടുള്ള നല്ല സ്റ്റാമിന ഇല്ലടാ. എല്ലാത്തിലും നീ ഒരു കലാകാരനല്ലേ? ആ നിന്നെ ഇട്ട് അവളാരാ? മണ്ടി. എടാ, എല്ലാവർക്കും പ്രോബ്ലംസ് ഒക്കെ കാണും. എനിക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇത് പറഞ്ഞ് ഞാൻ ഈ മദ്യവും സിഗരറ്റും ഒന്നും ഇത് തൊട്ടിട്ടില്ല. അവളെ പേര് പറഞ്ഞോണ്ട് നീ ഇതൊക്കെ അടിച്ചു നശിക്കുന്നില്ല കാര്യമുണ്ടാ? എടാ, ഗേൾ ഈസ് നോട്ട് എ ഗോൾ. നിനക്ക് എന്താ വേണ്ടേ? ഒറ്റ അടി. സിനിമ കയറണം അല്ലേ? ഈ സാബു തരൂ. ഒറ്റ മിനിറ്റ്. ഹലോ. ഹലോ ഹലോ മാഷേ, ഞാൻ കൂടെ വിളിക്കാതിരിക്കായിരുന്നു. ഹലോ സാബു, എനിക്കിവിടെ തന്നെ പണിയണം. പിന്നെന്താ, പണിയാലോ. ഇന്നടുത്ത് സെറ്റ് വെച്ച് എന്നെ തല്ലി. ഞാൻ നാണം കെട്ട്. കൊല്ലൊന്നും വേണ്ട, ജസ്റ്റ് കയ്യും കാലം ഒന്ന് ഒടിച്ചാൽ മതി. ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ഇട്ടിട്ടുണ്ട്. പൈസ എനിക്കൊരു വിഷയമല്ല, ഇതിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ വിളിക്കാം.
ഈ ലോകം ഒന്ന് ചെറുതല്ലേ? പിന്നെ നിനക്ക് സിനിമയ്ക്കാറുണ്ടേ? സെറ്റാക്കി തരുമോ? ഞാൻ സെറ്റാക്കി തരാം. പക്ഷെ നീ എനിക്കൊരു വാക്ക് തരണം. ഇനി വരെ മദ്യപിക്കരുത്. പിന്നെ ആ പന്ന മോളുടെ പേര് പറഞ്ഞ് കരയരുത്. ഓക്കേ. പിന്നെ നിന്നെ അമ്മയ്ക്ക് വിളിച്ച ഫൈറ്റ് മാസ്റ്റർ അല്ലേ, അവനിപ്പോൾ കിട്ടിയാ നീ എന്ത് ചെയ്യും? ഉം